പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. കൊൽക്കത്തയിൽ മമതാ ബാനർജി നേതൃത്വം നൽകിയ ധർണയിൽ പങ്കെടുത്തത് 6 MLA-മാരും 3 MP-മാരും മാത്രം. അതേസമയം BJP-യിൽ തൃണമൂൽവൽക്കരണം ഒരിക്കലും സംഭവിക്കില്ല എന്ന് പശ്ചിമബംഗാൾ BJP അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ BJP-യുടെ വാതിലുകൾ അടഞ്ഞുകിടക്കുകയാണെന്ന് സമീക് ഭട്ടാചാര്യ വ്യക്തമാക്കി. ആരെയും ഇറക്കുമതി ചെയ്യാതെയാണ് BJP 207 സീറ്റ് നേടിയതെന്നും ജനങ്ങൾ തൃണമൂൽ നേതാക്കൾക്കല്ല വോട്ട് ചെയ്തത്, അവർക്കെതിരെയാണ് വോട്ട് ചെയ്തതെന്നും സമീക് ഭട്ടാചാര്യ കൂട്ടിച്ചേർത്തു. अभी हमारा TMC के लिए दरवाजा बंद है. किसी को नहीं इंपोर्ट करके हम लोग 207 तक पहुंच गया है. जनता TMC का नेताओं को खिलाफ वोट दिया था. हम लोग इस बार जो चुनावी रणनीति तैयार किया था, हम लोग एकदम नीचे से किया था. चार्जशीट निकाला वो भी नीचे, हर MLA का खिलाफ, लोकल लीडर्स का खिलाफ. जितना एंटी इनकम्बेंसी था उसको लेकर हम लोग जनता के पास गया और नतीजा हम लोगों को मिला. അതേസമയം തൃണമൂൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടന്ന ധർണയിൽ ബഹുഭൂരിപക്ഷ MLA-മാരും MP-മാരും പങ്കെടുത്തില്ല. മമതയുടെ ധർണയെ പരിഹസിച്ച് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അടക്കമുള്ള BJP നേതാക്കൾ രംഗത്ത് വന്നു. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഉടൻ വിളിക്കണമെന്ന് മമത ആവശ്യപ്പെട്ടു. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിലെ പ്രതിസന്ധികൾക്കിടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റാനാണ് മമത നീക്കം നടത്തുന്നത്. ജനം, ഡൽഹി.